ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു മുട്ടക്കറി വെച്ച് നോക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സവാളയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളുള്ളത് കൊണ്ട് തന്നെ എരിവ് അധികം വേണ്ട, അതുകൊണ്ടാണ് പച്ചമുളക് കുറച്ച് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളി നന്നായിട്ട് വഴറ്റുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇടാത്തത്. ഉണ്ടെങ്കിൽ അത് ഇടാവുന്നതാണ് കേട്ടോ. അങ്ങനെ നല്ലോണം വഴറ്റുക. ഉള്ളി ഒരു കളറ് മാറുമ്പോൾ അതിലേക്ക് പൊടികളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടു, അതിന് ശേഷം മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുട്ടികളുള്ളത് കൊണ്ടാണ് ഞാൻ പൊടി കുറച്ച് ഇടുന്നത്. നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് ഇടാം കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് വഴറ്റുക കേട്ടോ. നമ്മൾ അതിന് ശേഷമാണ് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഉള്ളിയും പൊടിയൊക്കെ നന്നായിട്ട് മിക്സാവട്ടെ. നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയൊരു കളർ മാറ്റം ഉണ്ടാവും കേട്ടോ. അവർ നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ തക്കാളി വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ആ പൊടിയൊക്കെ നന്നായിട്ട് വഴറ്റി കിട്ടും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മളിവിടെ മുട്ട നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തോല് കളയാം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഏകദേശമൊക്കെ റെഡി ആവാറായി. അത് നന്നായിട്ട് വഴറ്റി. അപ്പോഴേക്കും ഒരാൾ മുട്ടയുടെ തോട് കളയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇടയിലൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അവൾ ആ മുട്ടയുടെ തോലൊക്കെ കളയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ബാക്കി നമ്മളും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞു. അതിന് ശേഷം എന്താ കറിയിൽ നല്ലതായിട്ട് വഴറ്റി അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചെടുത്തു. അങ്ങനെ നന്നായിട്ട് ഇളക്കി വിടുക. അതിന് ശേഷം ഉപ്പും എരിവുമൊക്കെ പാകമുണ്ടോ എന്ന് നോക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഉപ്പൊക്കെ മതിയാവുന്ന ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം മുട്ട എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. അൻവിക്കുട്ടൻ വന്നിട്ടുണ്ട്. മുട്ടയ്ക്ക് വേണ്ടി അൻവിക്കുട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ആ മുട്ട കണ്ടപ്പോൾ വേഗം എടുക്കണം. അപ്പോൾ അത് ഞാൻ വാങ്ങി വെച്ചു കേട്ടോ. അതിന് ശേഷം നമ്മൾ കറി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. കാരണം ഒരു നന്നായിട്ടൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കറി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാം കറക്റ്റാണോ എന്ന്. അപ്പോൾ അതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുട്ട പൊട്ടിച്ച് വെച്ചതൊക്കെ വേവിച്ചിട്ട് നമ്മൾ തോട് കളഞ്ഞ് വെച്ച മുട്ടയാണ്. അപ്പോൾ കുട്ടികൾക്കുള്ളത് ഇതിൽ ഇടുന്നില്ല കേട്ടോ. അവർക്ക് അധികം എരിവ് ഇല്ലാത്തതുകൊണ്ട് ഇതിൽ ഇടുന്നില്ല. വലിയവർക്കുള്ളത് മാത്രമാണ് കറിയിലിട്ടുള്ളൂ കേട്ടോ. അതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിന് മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വിലയാണെങ്കിൽ കൂടെ നമുക്ക് ചില കറികൾക്ക് ഇത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അപ്പോഴേക്കും പൊറോട്ട വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊറോട്ടയും മുട്ടക്കറിയാണ് നമ്മുടെ സൺഡേ സ്പെഷ്യൽ. അപ്പോൾ ഇങ്ങനെ സൺഡേ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മുട്ടക്കറിയും അതുപോലെ തന്നെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ വേണ്ടി അൻവിക്കുട്ടനും അനുവും വന്നു കേട്ടോ. അപ്പോൾ അവർക്കും വേണ്ടി പൊറോട്ടയും മുട്ടക്കറിയും പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക, ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.